PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ SCERT പാഠഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് 9 മണിക്ക് സയൻസ് SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. തീർന്നാലുടനെ അടുത്ത ടോപ്പിക്ക് തുടങ്ങും, എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കാലത്ത് പഠിക്കുന്ന ഏതൊക്കെ ടോപ്പിക്കാണോ, ഇന്ത്യൻ ഹിസ്റ്ററി, സയൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ SCERT ബേസ് ചെയ്ത് പഠിച്ചോ ആ ഭാഗങ്ങളിൽ നിന്നും PSC മുൻവർഷങ്ങളിൽ ചോദിച്ച, മുൻവർഷം എന്ന് പറയുമ്പോൾ 2021, 22, 23, 24 എന്നീ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ട്. പിന്നെ രാത്രി 10:00 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അതും ലൈവായിട്ട് തന്നെയാണ്. ചെറിയ കോഡ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് 6 ക്ലാസ്സുകൾ നമ്മൾ നൽകി വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. നല്ലൊരു റാങ്ക് വാങ്ങിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്താൽ മതി, നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതുകൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എക്സാം, ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ മന്ത്ലി നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. ഒരു മാസം പഠിച്ച കാര്യങ്ങൾ അടുത്ത മാസം നമ്മൾ റിവിഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, 100 മാർക്കിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത്, ജോയിൻ ചെയ്യുക. നമുക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നോട്ട്സും എല്ലാം വരുന്നത് ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളത്തിൽ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, അല്ലേ? ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, അത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ മുൻവർഷ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എക്സാമ്പിൾ എടുത്തിട്ട് ജസ്റ്റ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നമുക്ക് സന്ധി നിർണ്ണയിക്കുക, ഇപ്പോൾ ഗ്രാമർ പോർഷൻ നമുക്ക് പറഞ്ഞിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് അതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന ഭാഗത്ത് സന്ധി നിർണ്ണയിച്ചിട്ട് വേണം നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അല്ലാതെ PSCക്ക് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളെയാണ് ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത് എന്ന് പറയുന്നത് നമ്മളെ ബേസ് തൊട്ടിട്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് 2 ക്ലാസ് ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. മലയാളത്തിൻ്റെ ഗ്രാമർ ഒന്നും അല്ലെങ്കിൽ ഈ പറയുന്ന നിയമങ്ങളൊന്നും അറിയാതെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചേർത്തെഴുത്തിലും പിരിച്ചെഴുത്തും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. മലയാളം അത്യാവശ്യം അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് അക്ഷരങ്ങൾ, നമുക്ക് മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അക്ഷരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ എത്ര എണ്ണമാണോ ഉള്ളത്? 51 അക്ഷരങ്ങളും ഉണ്ട്. പിന്നെ എന്തുണ്ട്? ചില്ലക്ഷരങ്ങളും ഉണ്ട്, അല്ലേ? 51 അക്ഷരങ്ങളും ചില്ലക്ഷരം. 51 അക്ഷരം എന്ന് പറയുമ്പോൾ അ, ആ, ഇ, ഈ, ഉ തുടങ്ങുന്ന സ്വരാക്ഷരങ്ങളും ക, ഖ, ഗ, ഘ, ങ തുടങ്ങുന്ന വ്യഞ്ജനാക്ഷരങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് 51 അക്ഷരവും. പിന്നെ ചില്ലക്ഷരം, ചില്ലക്ഷരം എന്ന് പറയുമ്പോൾ ഇൽ, ഇൽ, ഇൻ, ഇർ അങ്ങനെയുള്ള ചില്ലക്ഷരങ്ങൾ, ഇതൊക്കെ ചേർത്തിട്ടാണ് ഇത്രയും അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ സ്വരാക്ഷരം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? അപ്പോൾ സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ നമുക്കത് ആ അക്ഷരങ്ങളെ സ്വയം ഉച്ചരിക്കാൻ കഴിയും, അല്ലേ? ഇപ്പോൾ അ, ഇ, ഉ അതൊക്കെ നമുക്ക് സ്വയം ഉച്ചരിക്കാൻ കഴിയും. എന്നാൽ വ്യഞ്ജനാക്ഷരം എന്ന് വെച്ചാൽ എന്താണ്? വ്യഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വാക്ക് ഉച്ചരിക്കണമെന്നുണ്ടെങ്കിൽ സ്വരാക്ഷരങ്ങളുടെ സഹായം വേണം. ഓക്കെ, അതായത് ഇപ്പോൾ വ്യഞ്ജനം എഴുതുമ്പോൾ ഇപ്പോൾ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ എഴുതുവാണ്, വ്യഞ്ജനാക്ഷരമാണ് ക, അല്ലേ? അപ്പം ക എന്ന് എഴുതുന്നത് ആക്ച്വലി ക അധികം ആ എന്ന് എഴുതുന്നതാണ് ക എന്ന് പറയുന്നത്. ക അധികം ആയാണ് ക
ക എന്ന് പറയുന്നത്. അപ്പൊ ക എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ അവിടെ ആ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഉച്ചരിക്കുന്നത് അല്ലെ. അതേപോലെ ച എന്ന് പറഞ്ഞാൽ എന്താണ്? ച അധികം ആയാണ് ച. അപ്പൊ നമ്മൾ ച എന്ന് പറയുന്നത് ഉച്ചരിക്കുന്നത് ആ എന്ന സ്വരാക്ഷരത്തിന്റെ എന്താണ് സഹായത്തോടു കൂടിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. സ്വന്തമായിട്ട് സ്വയം ഉച്ചരിക്കാൻ കഴിയും. ഇപ്പൊ ആ എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഉച്ചരിക്കാൻ കഴിയുന്നതാണ്. ഇനി ഇതിനെ പിരിക്കാനായിട്ട് പറ്റുമോ? ഇതിനെ പിന്നീട് പിരിച്ചെഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങൾ, അതായത് പിന്നീട് പിരിക്കാൻ പറ്റാത്ത സ്വരാക്ഷരങ്ങൾ, അതുപോലെ ഈ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങളുണ്ടല്ലോ, അതായത് ക്, ച്, പ് എന്നൊക്കെ നമ്മൾ എഴുതില്ലേ, ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങൾ, ഇതൊക്കെ ഇതിനെയൊക്കെ നമ്മൾ പറയുന്നതാണ് എന്ത്? വർണ്ണം. വർണ്ണം എന്നാണ് പറയുക. ഓക്കെ, സ്വരാക്ഷരങ്ങൾ, സ്വയം ഉച്ചരിക്കാൻ കഴിയുന്ന പിരിക്കാൻ കഴിയാത്ത സ്വരാക്ഷരങ്ങളെയും അതുപോലെ തന്നെ എന്താണ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങൾ, ഇതിനെയെല്ലാം നമ്മൾ എന്താണ് പറയുന്നത്? വർണ്ണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചില്ലക്ഷരം എന്ന് പറയുന്നത്, ചില്ലക്ഷരം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൽ അല്ലെ, ഇർ, ഇൻ എന്ന് പറയുന്ന ചില്ലക്ഷരങ്ങൾ. അതുപോലെ തന്നെ അനുസ്വാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൂജ്യം ഇടില്ലേ, പൂജ്യം, അതിനെയാണ് അനുസ്വാരം എന്ന് പറയുക, അനുസ്വാരം. അപ്പോൾ ഈ അനുസ്വാരം, അതുപോലെ തന്നെ സ്വരാക്ഷരങ്ങൾ, ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇവയെല്ലാം നമ്മൾ പറയുന്ന പേരാണ് വർണ്ണം. വർണ്ണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിരിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു വ്യഞ്ജനാക്ഷരം നമുക്ക് തന്നു കഴിഞ്ഞാൽ, പ എന്ന് പറയുന്ന ഒരു വ്യഞ്ജനാക്ഷരം തന്നാൽ നമുക്ക് അതിനെ പിരിക്കാൻ പറ്റും. പ് അധികം ആയാണ് പ എന്ന് നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക. അപ്പൊ ഇതാണ് വർണ്ണം. പ് എന്ന് പറയുന്നത് ഒരു വർണ്ണമാണ്, ആ എന്ന് പറയുന്നത് ഒരു വർണ്ണമാണ് അല്ലെ. അപ്പൊ ഇനി ഇതിനെ വീണ്ടും പിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏറ്റവും അടിസ്ഥാനമായ ഘടകങ്ങളാണ് വർണ്ണം എന്ന് പറയുന്നത്. അതിനെ വീണ്ടും പിരിച്ചെഴുതാനായിട്ട് കഴിയില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് ഈ പറയുന്ന വാക്കുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് അക്ഷരങ്ങൾ ഉണ്ടാവുന്നത്. പ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായത് പ് എന്ന് പറയുന്ന വർണ്ണവും ആ എന്ന് പറയുന്ന വർണ്ണവും കൂടെ കൂടിച്ചേർന്നിട്ടാണ് പ എന്ന അക്ഷരം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് അക്ഷരം ഉണ്ടാവുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്വരാക്ഷരങ്ങളെ പരിചയപ്പെടാം. എല്ലാവർക്കും അറിയുന്നതാണല്ലോ സ്വരാക്ഷരങ്ങൾ. എത്ര എണ്ണമാണ് സ്വരാക്ഷരങ്ങൾ? 15 എണ്ണമാണ് ഉള്ളത് അല്ലെ. ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, ആ അല്ലെ. അപ്പോൾ ഇങ്ങനെ 15 സ്വരാക്ഷരം. ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ആ എന്ന് തുടങ്ങുന്ന ഈ സ്വരാക്ഷരങ്ങൾ 15 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് അക്ഷരങ്ങളുണ്ട്. അതായത് ഇവിടെ ആ എന്ന് പറയുന്ന അക്ഷരം, ഇ എന്ന് പറയുന്ന അക്ഷരം, ഉ എന്ന് പറയുന്നത്, എ, ഓ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ ഉച്ചരിക്കാനായിട്ട് അധികം സമയം എടുക്കാത്തതാണ്. അ, ഇ, ഉ, എ, ഓ എന്ന് പറയുമ്പോൾ ഉച്ചരിക്കാനായിട്ട് അധികം സമയം വേണ്ട അല്ലേ. അപ്പം അതിനെ നമ്മൾ പറയുന്നതാണ് ഹ്രസ്വാക്ഷരം. ഓക്കെ, ഹ്രസ്വാക്ഷരം എന്ന് പറഞ്ഞാൽ, ഹ്രസ്വാക്ഷരം എന്നാണ് നമ്മൾ പറയുക, ഹ്രസ്വം കേട്ടോ. ഓക്കെ, ഹ്രസ്വം കേട്ടോ, ഹ്രസ്വം. ഹ്രസ്വാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അ, ഇ, ഉ, എ. ഇങ്ങനെ നമ്മൾ എന്താണ് പറയാൻ അധികം സമയമെടുക്കാത്ത അക്ഷരങ്ങളെയാണ് ഹ്രസ്വാക്ഷരം എന്ന് പറയുന്നത്. ഇനി ദീർഘാക്ഷരമുണ്ട്. ദീർഘാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, ഈ, ഊ. നമ്മൾ പറയാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അല്ലെ, ദീർഘമായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ, ഈ, ഊ എന്ന് പറയുന്ന ഈ വേർഡ്സ് ആണ് എന്ത്? ഈ അക്ഷരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ദീർഘാക്ഷരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ടതാണ് ചുട്ടെഴുത്ത്. എന്താണ് ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞാൽ? ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം പറയാണ്, ഇവിടെ ഒരു പെൻ ഇരിക്കണ്ട, ഈ പേന അല്ലേ, ആ പുസ്തകം. അപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയണം അത് അല്ലേ, അതിനെ പറയാൻ വേണ്ടി അവിടെ അകലെയുള്ളതിനെ കാണിക്കാൻ വേണ്ടി ആ എന്ന് പറയും അല്ലേ. ആ പുസ്തകം, ആ മരം, ആ മനുഷ്യൻ. അകലെയുള്ളതിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതേപോലെ ഈ പേന,
ഈ പുസ്തകം. അപ്പൊ ആ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ആ ഇതൊക്കെ പറയുന്നത് എന്താണ്? ചുട്ടെഴുത്താണ്. അതുപോലെ തന്നെ ഈ പേന, ഈ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ ഈ എന്ന് പറയുന്നത് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എ എന്ന് പറയുന്നത് ചോദ്യ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഏത് മരം അല്ലെങ്കിൽ ഏത് പേന അല്ലെ നമ്മൾ ചോദ്യ രൂപത്തിൽ ഉപയോഗിക്കുന്നു. അപ്പൊ അകലെ ഉള്ളതിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചുട്ടെഴുത്താണ് ആ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇനി ഈ എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? അടുത്തുള്ളതിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്. അകലെയുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ ആ ഉപയോഗിക്കുന്നു, അടുത്തുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ ഈ ഉപയോഗിക്കുന്നു. ചോദ്യ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ എ എന്ന് വിളി കേൾക്കും അല്ലേ, അല്ലെങ്കിൽ ഏത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദ്യ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ചുട്ടെഴുത്ത് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ചുട്ടെഴുത്ത്? ആ, ഈ, എ, പിന്നെ ഇതിൻ്റെയൊക്കെ ദീർഘം ആ, ഈ, എ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ 6 എണ്ണമാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് അനുസ്വാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിത് ഇവിടെ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പൂജ്യത്തിനെയാണ് നമ്മൾ അനുസ്വാരം എന്നാണ് പറയാം കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ പൂജ്യം എന്നാ പറയാ. മലയാളത്തിൽ അതിനെന്തെന്ന് പറയും? അനുസ്വാരം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ്? ഹംസം എന്നെഴുതണമെങ്കിൽ ഹാ ഇട്ടിട്ട് എന്തിടണം? അമ്മല്ല, ഇതിന് നമ്മൾ എന്താ പറയുക? അനുസ്വാരം. ഹാ ഇട്ട് അനുസ്വാരം ഇട്ട് സായിട്ട് വീണ്ടും അനുസ്വാരം ഇടുമ്പോഴാണ് അത് ഹംസം ആകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറയാ ഹായിട്ടിട്ട് പൂജ്യം ഇടടാ എന്ന് പറയുന്നതിന് പകരം ഹായിട്ടിട്ട് എന്തിടണം? അനുസ്വാരം ഇടണം. ഓക്കെ. ഇനി അടുത്തത് വിസർഗം. എന്താണ് വിസർഗം എന്നത് പഠിക്കുക. എന്താണ് വിസർഗം? നമ്മളെപ്പോഴും ഈ ഉ എല്ലാം കഴിഞ്ഞ് ഔ, അം, ആ എന്ന് പറഞ്ഞിട്ടേ ഇവിടെ 2 ഇങ്ങനെ കുത്തിടും അല്ലെ, ഇങ്ങനെ 2 എണ്ണം ഇടും അല്ലെ. അതിനെയാണ് വിസർഗം എന്ന് പറയാം. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മനഃശാന്തി എന്ന് നമ്മൾ എങ്ങനെ എഴുതാം? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹ വായിക്കും അല്ലെ. സംസ്കൃതം വാക്കുകളൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം. മനഃ അധികം ശാന്തി അല്ലെ, മനഃശാന്തി എന്ന് നമ്മൾ എഴുതും. മനഃശാന്തി. അപ്പൊ ഈ ഹ, അതായത് ഈ 2 കുത്തിടുന്നില്ലേ, ഇതിനെയാണ് വിസർഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ശാന്തി എന്ന് എഴുതുക. അപ്പം മനഃശാന്തി എന്ന് എഴുതുന്നത്. അപ്പം അതെന്താണ്? ഇതിനെയാണ് നമ്മൾ വിസർഗം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന സ്വരാക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഹ്രസ്വാക്ഷരം, ദീർഘാക്ഷരം, ചുട്ടെഴുത്ത്, അനുസ്വാരം, വിസർഗം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇതൊക്കെ നമുക്ക് പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും പഠിക്കുമ്പോൾ ആവശ്യമുള്ളതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിലും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്കറിയാം. ക, ഖ, ഗ, ഘ, ങ, ഛ, ഛ, ജ, ഝ, ഞ അങ്ങനെ തുടങ്ങി യാര, ലാവ, ശ, ഷ, സ, ഹ, ള, ഴ, റ വരെ. പിന്നെ നമ്മുടെ ചില്ലക്ഷരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ, ഇർ, ഇൽ. ഇതാണ് ചില്ലക്ഷരങ്ങൾ. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ ഭാഗമായിട്ട് പഠിക്കണം. ഈ ക, ഖ, ഗ, ഘ, ങ എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്നത് എന്താണ്? കവർഗം എന്നാണ് പറയാ. എന്താണ് പറയുന്നത്? കവർഗം. അതേപോലെ ച, ഛ, ജ, ഛ, ഞ എന്നുള്ളതിനെ നമ്മൾ പറയും ചവർഗം എന്ന് പറയും. ട, ഠ, ഡ, ഠ, ണ എന്നുള്ളതിനെ നമ്മൾ പറയുന്നത് ടവർഗം എന്ന് പറയും. ത, ഥ, ദ, ഥ, ന എന്നുള്ളതിനെ നമ്മൾ തവർഗം എന്ന് പറയും. ഇതാണെങ്കിലോ പവർഗം. പ, ഫ, ബ, ഭ, മ എന്ന് പറയുന്നത് പവർഗം. ഓക്കെ. അപ്പൊ ഇതുവരെ നിങ്ങൾ പഠിച്ചു വെക്കുക. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഈ ക, ച, ട, ത, പ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ക, ച, ട, ത, പ, ക, ച, ട, ത, പ എന്ന് പറയുന്ന ഇത്രയും, ഇതിനെ നമ്മൾ പറയുന്നത് ഖരം എന്നാണ് പറയുക. എന്താണ്? ഖരം. ക, ച, ട, ത, പ എന്ന് പറയുന്നത് ഖരം എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ PSC പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, താഴെ തന്നിട്ടുള്ളവയിൽ ഖരത്തിൽ പെടുന്നത് ഏത് എന്നുള്ളത് കേട്ടോ. ഖര അക്ഷരം ഏതാണ്? അപ്പോൾ തന്നിരിക്കുന്നതിൽ ക, ച, ട, ത, പയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അതാണ് ഖരം എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കുന്നതാണ് അധികരം ഉണ്ടോ എന്നുള്ളത്. ഇത് ഖരമാണ്. ക, ച, ട. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ കുറച്ചുകൂടെ കനപ്പിച്ചാ പറയുന്നേ. ഖ, ഛ, ഠ, ധ, ഭ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പൊ ഇത്രയും ഭാഗത്തെ നമ്മൾ പറയുന്നതാണ് എന്ത്? അധികരം. എന്താണ്? അധികരം എന്നാണ് പറയുന്നത്.
ഇനി ഇതാണെങ്കിലോ ഗ ജ ഡ ദ ബ പറയുമ്പോൾ വലിയ ബലം ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ്, ആ പറച്ചിൽ പോലെ തന്നെ ഭയങ്കര മൃദുവായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ മൃദു എന്നാണ് പറയുന്നത്, മൃദു. ഓക്കെ, ഇനി ഇതാണെങ്കിലോ ഘ ഝ ഢ ധ ഭ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കനപ്പിച്ച് പറയണം അല്ലേ. അതായത് ഇതിനെ ഘോഷം എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഘോഷം, ഘോഷം. ഇനി ഇതാണെങ്കിലോ ങ ഞ ന ന മ പറയുമ്പോൾ തന്നെ എന്താണ്? മൂക്കും കൊണ്ട് പറയുന്ന പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ മൂക്കും കൊണ്ട് പറയുന്ന പോലെ പറയുന്നതിനായതുകൊണ്ട് ഇതിനെ പറയുന്നതാണ് അനുനാസികം, അനുനാസികം. ഓക്കെ, അപ്പോൾ ക ച ട ത പ എന്ന് പറയുന്നത് ഖരം, ഘ ഝ ഢ ധ ഭ എന്ന് പറയുന്നത് അധികരം, ഗ ജ ഡ ദ ബ എന്ന് പറയുന്നത് മൃദു, ഘ ഝ ഢ ധ ഭ എന്ന് പറയുന്നത് ഘോഷം, ങ ഞ ന ന മ എന്ന് പറയുന്നത് അനുനാസികം എന്നതിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പറയുന്നതിൽ തന്നെ ഇങ്ങനെ, അതായത് ക ഖ ഗ ഖ ങ നമ്മൾ പറഞ്ഞില്ലേ കവർഗം, കവർഗത്തെ പറയുന്ന മറ്റൊരു പേരാണ് കണ്ഠ്യം. കണ്ഠ്യം കാരണം നമ്മൾ ക ഛ ട എന്ന് പറയുമ്പോൾ സമയത്ത് നമ്മൾ നമ്മുടെ തൊണ്ടേന്നാണ് ആ ശബ്ദം വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ കണ്ഠ്യം എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ച ഛ ജ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രണ്ട് പല്ല് ഇങ്ങനെ ചേർന്ന് വന്നിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറയുന്നത് താലവ്യം എന്നാണ് പറയുന്നത്, താലവ്യം. അടുത്ത നോക്കിക്കേ, ട ഠ ഡ നിങ്ങൾ ആ അക്ഷരം പറഞ്ഞു നോക്കുക. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഈ നാക്ക് പോയിട്ട് മുകളിൽ ഇങ്ങനെ തട്ടിയിട്ടാണ് നമ്മളത് പറയുക അല്ലേ. ട ഠ ഡ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാവ് പോയിട്ട് ഈ മുകൾ ഭാഗത്ത് തട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് മൂർധന്യം, മൂർധന്യം എന്നാണ് പറയുക. ഇനി ത ഥ ദ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവാണ് ഇവിടെ തട്ടുന്നത് അല്ലേ. ത ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് ഇവിടെ സ്പർശിച്ചിട്ടാണ് പറയുന്നത്. നാവ് എവിടെ സ്പർശിക്കുന്നു? ത എന്ന് പറയുമ്പോൾ നാവ് പല്ലിലാണ് സ്പർശിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ദന്ത്യം എന്നാണ് പറയുന്നത്, ദന്ത്യം. ഓക്കെ, ഇനി അടുത്തത് പ ഭ ബ ഭ മ. അപ്പോൾ അത് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ്? നമ്മുടെ രണ്ട് ചുണ്ടും പ എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓഷ്ഠ്യം എന്നാണ് അതിനെ പറയുക, ഓഷ്ഠ്യം. ഓക്കെ, അപ്പോൾ കാഖ അതായത് കവർഗത്തെ നമ്മൾ കണ്ഠ്യം എന്നും ചവർഗത്തെ നമ്മൾ പറയുന്നത് എന്താണ്? താലവ്യം. ടവർഗത്തെ മൂർധന്യം, തവർഗത്തെ ദന്ത്യം, പവർഗത്തെ പറയുന്നത് ഓഷ്ഠ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളും കൂടെ ഓർത്തിരിക്കണം. ഇനി ഇതേപോലെ തന്നെ ഈ യാരാലാവാശാശയൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ, അതിനും ഇതേപോലെ പേരുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ യാ രാ ലാ വ എന്ന് പറയുന്ന ഈ പറയുന്ന 4 അക്ഷരങ്ങളുണ്ടല്ലോ, യാ രാ ലാ വ, ഈ 4 നമ്മൾ പറയുന്നത് മധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ്? മധ്യമം. മധ്യമങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്? യാ രാ ലാ വ മധ്യമങ്ങളിലാണ് വരുന്നത്. ഇനി ഷ ഷ സ എന്ന് പറയുന്നത് ഷ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഷ ഷ സ പറയുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ പറയുന്നതാണ് ഊഷ്മാക്കൾ. എന്താണ് പറയുന്നത്? ഊഷ്മാക്കൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഘോഷി എന്നാണ്. ഹായെ പറയുന്നത് ഘോഷി. ഇനി ലാ ഴ റ എന്നിവയെ നമ്മൾ പറയുന്നത് ദ്രാവിഡ മധ്യമങ്ങൾ എന്നാണ്. ഓക്കെ, അപ്പം യാ രാ ലാ വ എന്ന് പറയുന്നത് മധ്യമം, ഷ ഷ സ എന്ന് പറയുന്നത് ഊഷ്മാക്കൾ, ഹ എന്ന് പറയുന്നത് ഘോഷി, ല ഴ റ എന്നിവയെ പറയുന്നത് ദ്രാവിഡ മധ്യമങ്ങൾ. ദ്രാവിഡ എന്നാണ് കേട്ടോ, ദ്രാവിഡ മധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിനി നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം, മെയിൻ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സന്ധി എന്ന് പറയുന്നത്. സന്ധി നിർണ്ണയിച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സന്ധിയുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ സന്ധിയെ നമുക്ക് പ്രധാനമായിട്ടും 4 തിരിക്കാം. അതായത് സന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർണ്ണമാറ്റമാണെന്ന് പറയാം. നമ്മൾ പറഞ്ഞു വർണ്ണങ്ങൾ ചേർന്നിട്ടാണ് അക്ഷരങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പം ക എന്ന് പറയുന്നതൊരു വർണ്ണമാണ്, ആ എന്ന് പറയുന്ന ഒരു വർണ്ണമാണ്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ ക എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വർണ്ണങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ഈ പറയുന്ന വർണ്ണങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ധി പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ഓക്കെ, 4 തരത്തിലുള്ള സന്ധിയാണുള്ളത്. 1 ആഗമസന്ധി, 2
ദ്വിത്വസന്ധി, 3 ലോഭസന്ധി, 4 ആദേശസന്ധി. ഓക്കെ, ആഗമസന്ധി, ദ്വിത്വസന്ധി, ലോഭസന്ധി, ആദേശസന്ധി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 എണ്ണമാണ് സന്ധി വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് നമ്മൾ പഠിക്കുന്നു ആഗമസന്ധി. ആഗമസന്ധിയാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആഗമസന്ധി എന്ന് വെച്ചാൽ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് പുതിയ ഒരു വർണ്ണം വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ പുതിയൊരു സന്ധി ആഗമിക്കുന്നു, അതിനെയാണ് ആഗമസന്ധി എന്ന് പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കാം, നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യത്തേത് തിരുവോണം. തിരുവോണം PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. തിരുവോണം, തിരുവാതിര എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പം തിരുവോണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇത് ഏത് തരം സന്ധിയാണ്? തിരുവോണം എന്ന് പറയുന്നൊരു വാക്ക് തന്നിട്ട് ഇത് ഏത് തരം സന്ധിയാണെന്ന് ചോദിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനാദ്യം പിരിച്ചെഴുതണം. സന്ധി നിർണ്ണയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പിരിച്ചെഴുതണം. അപ്പം തിരുവോണത്തെ നമുക്ക് എങ്ങനെയാണ് പിരിക്കാൻ പറ്റുക? നിങ്ങൾ ശ്രദ്ധിക്കുക, പിരിച്ചെഴുതാൻ ചോദിച്ചാലും സന്ധി നിർണ്ണയിക്കാൻ ചോദിച്ചാലും നമുക്ക് പിരിച്ചെഴുതണം. ചേർത്തെഴുതാൻ ചോദിച്ചാലും ഈ റൂളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിലാണ് കൃത്യമായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, തിരുവോണത്തെ നമ്മൾ പിരിച്ചെഴുതുവാണ്. തിരുവോണം എന്ന് പറയുന്നത് എന്താണ്? തിരു അധികം ഓണമാണ് തിരുവോണം എന്ന് പറയുന്നത്. തിരു അധികം ഓണമാണ് തിരുവോണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ ഈ തിരു എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? ഉണ്ട്. ദേ തിരു ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ഇനി ഓണം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഓ ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഇവിടെ നമുക്ക് ഓയുടെ ചിഹ്നം ഉണ്ട് അല്ലേ. ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഓയാണ് അല്ലേ, ഓയുടെ ചിഹ്നമാണ്. അപ്പോൾ ഓയും ഉണ്ട്, നമ്മുണ്ട്. അപ്പോൾ ഓണവും ഇവിടെ ഉണ്ട് അല്ലേ. തിരു ഇവിടെ തന്നെ ഉണ്ട്, ഓണവും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഇല്ലാത്ത ഒരാൾ പുതിയതായിട്ട് കിടക്കുന്നത് ആരാണ്? ദേ വാ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ വ് എന്ന് പറയുന്ന ഒരു പുതിയ വർണ്ണം വന്നു ചേർന്നു അല്ലേ. തിരു ഉണ്ട്, ഓണവും ഉണ്ട്. അപ്പം വ് എന്ന് പറയുന്നൊരു വർണ്ണമാണ് അവിടെ പുതിയതായിട്ട് വന്നു ചേർന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പുറത്തു നിന്നൊരു പുതിയ വർണ്ണം ഇവിടെ ആഗമിച്ചു. മനസ്സിലായോ? അപ്പം വ് എന്ന് പറയുന്ന വർണ്ണം ഇവിടെ ആഗമിച്ചു. അപ്പം അതുകൊണ്ട് ഇതെന്താണ്? ആഗമസന്ധിയാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ പറയാം. പനയോല. പനയോല എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സന്ധി നിർണ്ണയിക്കാം? പിരിച്ചെഴുതി നോക്കാം. പനയോല എന്ന് പറയുന്നത് പന അധികം ഓലയാണ് പനയോല. പന അധികം ഓല. അപ്പോൾ ഇവിടെ നേരത്തെ നോക്കിയ പോലെ ഇവിടെയും പനയുണ്ട്, ഇവിടെയും പനയുണ്ട് അല്ലേ. ഇനി ഇവിടെ ഓലയുണ്ടോ? ഓല. ഇവിടെ നേരത്തെ പോലെ ഓയുടെ ചിഹ്നം ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഓയുണ്ട്, ലായും ഉണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നത് ആരാണിതേ? ഈ കിടക്കുന്ന ആള് ആരാ? യ എന്ന് പറയുന്ന വർണ്ണമാണ് അവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. യ എന്ന് പറയുന്ന വർണ്ണം. അപ്പോൾ ഈ ആഗമസന്ധി എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ എളുപ്പ വഴി എന്ന് പറയുന്നത് യ അല്ലെങ്കിൽ വ് എന്ന് പറയുന്നത് വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ, ആ പറയുന്ന വേർഡിൽ ഉണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ തിരുവോണം, പനയോല, അപ്പോൾ ഇവിടെ യ വ് എന്ന് പറയുന്നതിൻ്റെ പ്രസൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതലും ആഗമസന്ധി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ആഗമസന്ധിയാണെന്ന് എഴുതാൻ വേണ്ടി പറ്റും. ശരിക്കും അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, സന്ധി ഏതാന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. പുതിയൊരാൾ ഇവിടെ വ് വന്നതുപോലെ ഇവിടെ യ വന്നു. അപ്പോൾ പുതിയൊരാൾ ആഗമിച്ചു, അതുകൊണ്ടാണ് ഇത് ആഗമസന്ധി ആയത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. തിരുവാതിര. തിരുവാതിര. തിരുവാതിര എങ്ങനെ നമുക്ക് ചെയ്യാം? തിരുവാതിരയെ പിരിച്ചെഴുതാം. പിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? തിരു അധികം ആതിരയാണ് തിരുവാതിര. തിരു അധികം ആതിര. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ തിരുവുണ്ട്, ഇവിടെയും തിരുവുണ്ട് അല്ലേ. ഇവിടെ ആതിരയാണ്, ഇവിടെ ആതിരയാണോ? ആതിരയുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഈ ചിഹ്നം എന്തിൻ്റെയാണ്? ഇത് ആയുടെ ചിഹ്നമാണ്. അപ്പോൾ ഇവിടെ ആതിരയുണ്ട്. പുതിയതായിട്ട് ആരാ കിടക്കുന്നത്? ദേ ഈ ആള്, അതായത് വ് എന്ന് പറയുന്ന വർണ്ണം ഇവിടെ പുതിയതായിട്ട് വന്നു ചേർന്നതാണ്. അപ്പോൾ ഇത് എന്ത് തരം സന്ധിയാണ്? ആഗമസന്ധി. ഓക്കെ, അപ്പോൾ ഈ ഓരോ വാക്കുകൾ തന്നാൽ അതെങ്ങനെയാണ് പിരിച്ചെഴുതുന്നതെന്നും കൂടെ നിങ്ങൾ അതിൻ്റെ ഇടത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. സന്ധി നിർണ്ണയിക്കുന്നതും പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതും ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ആഗമസന്ധിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സാമ്പിൾസ് പറയുന്നത്. കരിയില. സ്വന്തമായിട്ടൊന്ന് പിരിച്ചെഴുതി നോക്കാം. കരിയില. കരിയില നമുക്ക് എങ്ങനെ പിരിക്കാം?
കരി അധികം ഇല എന്നതാണ് കരിയില. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കരി എന്ന് പറയുന്നത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. ഇലയുണ്ടോ? ഇല എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? ദേ ഈ ഈയുടെ വള്ളി എന്ന് പറയുന്നത് ഇത് ഈ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇലയും ഉണ്ട്. ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നതാരാ? യാ ആണ് അല്ലേ. അതായത് യ എന്ന് പറയുന്ന വർണ്ണം പുതിയതായിട്ട് ആഗമിച്ചു. അപ്പോൾ ഇത് എന്ത് തരം സന്ധ്യ? ആഗമസന്ധിയാണ്. അപ്പം യ വ് വരുന്ന ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. പൂങ്കാറ്റ്. പൂങ്കാറ്റ് ഇതെങ്ങനെ നമുക്ക് ആഗമസന്ധിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളൊന്ന് നോക്കിക്കേ. പൂങ്കാറ്റ്. പൂങ്കാറ്റിനെ പിരിച്ചെഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പൂങ്കാറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പൂ അധികം കാറ്റ് ആണ് പൂങ്കാറ്റ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പൂ എന്ന് പറയുന്നത് ദേ ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? ഇവിടെ നമുക്ക് പിരിച്ചെഴുതാം. ഇങ്കാറ്റ് എന്നുള്ളതിനെ പിരിച്ചെഴുതാം. ഇങ്ക എന്ന് പറയുന്നത് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ക എന്ന് പറയുന്നത് ങ് അധികം ഖ് അധികം ആയാണ് ഇങ്ക എന്ന് പറയുന്നത് അല്ലേ. ഇങ്ക എന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ക എന്ന് പറയണമെങ്കിൽ അവിടെ ങ് വേണം, പിന്നെ ക എന്നാവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഖ് അധികം ആയാണ് ക എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ക എന്ന് വരണമെങ്കിൽ ങ് അധികം ഖ് അധികം, ഇവിടെ ങ എന്ന് പറയുന്നത് ദീർഘമുണ്ട്. അപ്പം ഇവിടെ എന്ത് വേണം? ആയും കൂടെ വേണം. അപ്പം ങ് അധികം ഖ് അധികം ആയാണ് എന്ത്? ങ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇവിടെ ട് ഉണ്ട്. അപ്പം ഇവിടെയും എന്തുണ്ട്? ട് ഉണ്ട്, ഇവിടെയും ട് ഉണ്ട്. ഇവിടെ കായുണ്ട്. ആ കാ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ. ഖ് അധികം ആ എന്ന് പറയുന്നത് കായാണ് അല്ലേ. ഖ് അധികം ആ എന്ന് പറയുന്നത് കായാണ്. അപ്പം ഇവിടെ പുതിയതായിട്ട് ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. ങ് ങ് എന്ന് പറയുന്ന ആൾ ഇവിടെ എവിടെയും ഇല്ല, പുതിയതായിട്ട് വന്നു ചേർന്നതാ. അപ്പോൾ പുതിയൊരാൾ വന്നു ചേർന്നല്ലോ. അപ്പം എന്താണ്? ഇതും ആഗമസന്ധിയാണ്. അതേപോലെ മറ്റൊരു വേർഡ് നോക്കാം. കരിമ്പന. കരിമ്പനയെ നമുക്ക് പിരിച്ചെഴുതി നോക്കാം. കരിമ്പന. കരി അധികം പനയാണ് കരിമ്പന. അപ്പോൾ ഇവിടെ കരിയുണ്ട്, ഇവിടെയും കരിയുണ്ട്. ഇവിടെ പനയുണ്ട്, ഇവിടെ പനയുണ്ടോ എന്ന് നോക്കാം. ഇമ്പന എന്ന് പറയുന്നത് നമുക്ക് പിരിച്ചെഴുതാം. ഇമ്പ എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നിട്ടാ വരിക? ഇം എന്ന് പറയുമ്പോൾ മ അധികം ബ എന്ന് പറയണമെങ്കിൽ പ് അധികം പ് എന്നേ ആയിട്ടുള്ളൂ. പായാവണമെങ്കിൽ അധികം ആ വേണം. അപ്പം മ അധികം പ് അധികം ആയാണ് ഇമ്പ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ കരിയുണ്ട്, ഇവിടെയും കരിയുണ്ട്. ഇവിടെ പനയുണ്ട്, ഇവിടെയോ പ എന്ന് പറയുന്നത്. ഇവിടെ നായുണ്ട്, പ എന്ന് പറയുന്നത് ഇവിടെയുണ്ടോ? ദേ പ് അധികം ആ എന്ന് പറഞ്ഞാൽ എന്താണ്? പായാണ്. ഇത് പായാണ്. അപ്പോൾ പന എന്ന് പറയുന്ന ഭാഗവും ഇവിടെയുണ്ട്. അപ്പം ഇവിടെ ഇല്ലാത്തത് ആരാണ്? മ എന്ന് പറയുന്ന ആള് ഇല്ലാത്തതാണ്. അപ്പോൾ പുതിയതായിട്ട് ആഗമിച്ചു. അപ്പോൾ പുതിയൊരാൾ വന്നപ്പോൾ എന്തായി? ഇതും ആഗമസന്ധിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. നേരത്തെ നമ്മൾ പറഞ്ഞു യ അല്ലെങ്കിൽ വ് എന്ന് പറയുന്ന ഒരു വർണ്ണം അവിടെ ഉണ്ടെങ്കിൽ അത് ആഗമസന്ധിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിൻ്റെ ഒറിജിനൽ വഴി എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു തന്നു. അതല്ലാതെ ട്രിക്കിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇമ്പ, ഇഞ്ച, ഇന്ത, ഇണ്ട ഇങ്ങനെയുള്ള ശബ്ദങ്ങളുണ്ടല്ലോ. ഇമ്പ, ഇഞ്ച, ഇന്ത. ഓക്കെ, കരിമ്പന, കരിഞ്ചന്ത, പൂങ്കാറ്റ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ആഗമസന്ധിയായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇമ്പ, ഇഞ്ച, ഇന്ത, ഇണ്ട ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അതൊക്കെ ആഗമസന്ധിയായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം യ് വ് വന്നു കഴിഞ്ഞാലും ആഗമമാണ്. ഇമ്പ, ഇഞ്ച, ഇന്ത, ഇണ്ട വന്നു കഴിഞ്ഞാലും അത് ആഗമസന്ധിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ആഗമസന്ധി നിർണ്ണയിക്കുന്നത്. പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? പിരിച്ചെഴുതുക എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ പിരിച്ചെഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ കരിമ്പനയെ പിരിച്ചെഴുതിയെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക്, അപ്പോൾ ഇതാണ് ആഗമസന്ധി. ആഗമസന്ധി തിരിച്ചറിയാനുള്ള ട്രിക്കും ഞാൻ പറഞ്ഞു തന്നു, ശരിയായ രീതിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ദ്വിത്വസന്ധിയാണ് ചോദിച്ചിരിക്കുന്നത്. ദ്വിത്വസന്ധിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആഗമസന്ധി കഴിഞ്ഞു, ദ്വിത്വസന്ധി. ദ്വിത്വസന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് വർണ്ണം ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിക്കുക. ഓക്കെ, അതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയാം. രണ്ട് വർണ്ണം ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിക്കണം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ അക്കാലം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഇത് ഏത് തരം സന്ധിയാണെന്ന് ചോദിച്ചു എന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പിരിച്ചെഴുതി നോക്കുക. എന്നിട്ട് ഇത് എഴുതുന്ന സമയത്ത് അത് ഇരട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം അക്കാലം എന്ന് പറയുന്നത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആ അധികം കാലം ആണ് അക്കാലം. ആ അധികം കാലമാണ് അക്കാലം.
അപ്പോൾ ഇവിടെ നമ്മൾ പിരിച്ചെഴുതിയപ്പോൾ ഈ ആ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ കാലം എന്നാണ്, ഇവിടെ ആണെങ്കിലോ കാലം എന്നാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കാം. കാലം, ഇത് കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തെ പിരിച്ചെഴുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് കായാണ് അല്ലേ. അപ്പം കാ എഴുതണമെങ്കിൽ ക അധികം കാ ദീർഘമാണ്, അപ്പോൾ ആ അല്ലേ. പിന്നെ ലമ്മാണ് കാലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ ഇവിടെ കാലം എന്നാണ്. അപ്പോൾ ഇവിടെ ഇക്ക എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ക അധികം പിന്നെയും ഒരു ക വേണം അല്ലേ. ഇക്ക എന്ന് പറയുമ്പോൾ ക അധികം ക അധികം ആയാണ് ഇവിടെ കാ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ആയുണ്ട്, ഇവിടെയും ആയുണ്ട്, ഇവിടെ ക ഉണ്ട് ആയുണ്ട്, ഇവിടെയും ക ആയുണ്ട്. ഇവിടെ ഒരാൾ എക്സ്ട്രാ വന്നു അല്ലേ. എക്സ്ട്രാ വന്നതല്ല, ഇത് ഇരട്ടിച്ചു അല്ലേ. ഈ ക എന്ന് പറയുന്നത് ഇവിടെ കാലം ആയിരുന്നു, ഇവിടെ അത് ഇക്ക എന്നായിട്ട് മാറി അല്ലേ. ഈ ക തന്നെ വീണ്ടും വന്നു, അത് ഇരട്ടിച്ചു, 2 തവണ ക ഉണ്ട്. ഓക്കെ, അപ്പോൾ ക അവിടെ ഇരട്ടിച്ചു. അപ്പോൾ ഇതെന്താണ്? ദ്വിത്വസന്ധിയാണ്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്തത് തലക്കെട്ട്. തലക്കെട്ട്, തലക്കെട്ട് എന്നതിനെ പിരിച്ചെഴുതി നോക്കുക. തല അധികം കെട്ട് ആണ് തലക്കെട്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കുമ്പോൾ ഇവിടെ കെട്ട്, ഇവിടെ തലയുണ്ട്, ഇവിടെയും തലയുണ്ട്, ഇവിടെ കെട്ടാണ്, ഇവിടെ കെട്ടാണ് അല്ലേ. 2 കാ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ കെട്ട് എന്ന് എങ്ങനെ നമ്മൾ എഴുതും? പിരിച്ചെഴുതുക ക അധികം എ ആണ് കെ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ ഇഖേന്നാണ്, അതായത് ക അധികം എ ആണ് കെ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ക എന്ന് പറയുന്നത് ഇരട്ടിച്ചു, വീണ്ടും ഒരു ക കൂടെ വന്നിട്ട് അത് ഇരട്ടിച്ചു അല്ലേ. അപ്പം തല അധികം കെട്ട് എന്ന് പറയും, തലക്കെട്ട് എന്നായിട്ട് മാറി. അപ്പോൾ ഇവിടെ ക ഇരട്ടിച്ചു. അപ്പോൾ അതെന്താണ്? അത് ദ്വിത്വസന്ധിയാണ്. ഈ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് ദ്വിത്വസന്ധിക്ക്. ചേറ്റിൽ. ചേറ്റിൽ എന്ന് പറയുന്നത് എങ്ങനെ ദ്വിത്വസന്ധിയാവും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടിപ്പ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ചേറ്റിൽ എന്നതിനെ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചേറ് അധികം ഇല്ലാണ് ചേറ്റിൽ. ചേറ് അധികം ഇല്ലാണ് ചേറ്റിൽ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ചേ ഉണ്ട്, ഇവിടെയും ചേ ഉണ്ട്, ഇവിടെ റ് ആണ്, ഇവിടെ ഇല്ലാണ്. ഈ ഇല്ല് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കേ, ഇല്ല് ഇവിടെ ഉണ്ട് അല്ലേ. ഈ എന്ന് പറയുന്നതിൻ്റെ വള്ളി ഉണ്ട്, ഇല്ലും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വരുന്ന ടായാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കാം. ഇവിടെ റ് ആണ് അല്ലേ. ഈ ടാ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക? റ് അധികം റ് ആണ് ട് എന്ന് പറയുന്നത്. അധികം ഇവിടെ ഈ എന്ന് പറയുന്നത് വള്ളി അല്ലേ. അപ്പം റ് അധികം ഈ ആണ് ടി എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിലോ ചേറ് അധികം ഇ അല്ലേ. റും ഇയും ഉണ്ട്, റ് ഇ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു റും കൂടി ഉണ്ട് അല്ലേ. അതായത് റ് എന്ന് പറയുന്നത് അവിടെ ഇരട്ടിച്ചത് കൊണ്ടാണ് ഇവിടെ ടി ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ദ്വിത്വസന്ധിയാണ്. അതേപോലെ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു വേർഡാണ് വിണ്ണാറ്. വിണ്ണാറ് എന്ന് പറയുന്നത് ഏത് തരം സന്ധിയാണ്? വിണ്ണാറ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? വിൺ അധികം ആറ്, അതാണ് വിണ്ണാറ്. അപ്പൊ ഇവിടെ വിൺ എന്ന് പറഞ്ഞാൽ ഈ ഇണ്ണെന്ന് പറയുന്ന ചില്ലക്ഷരം ഉണ്ടല്ലോ, ചില്ലക്ഷരങ്ങൾ ഇണ്ണെന്ന് പറയുന്നതും നായിട്ടിട്ട് ചന്ദ്രക്കല ഇട്ടാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇന്നെന്ന് പറയുന്നതും നായിട്ടിട്ട് ചന്ദ്രക്കല ഇട്ടാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കണം. ഇല്ലെന്ന് പറയുന്നതും ലാ ഇട്ടിട്ട് ചന്ദ്രക്കല ഇടുന്നതും ഒന്നാണ്. ഇറന്ന് പറയുന്നത് റാ ഇട്ടിട്ട് ചന്ദ്രക്കല ഇടുന്നത്, ഇത് ഒന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ണ് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്കിവിടെ ണ് അധികം ആയാണ് ഇവിടെ ഉള്ളത്, നാ എന്ന് പറയുന്നത് അല്ലെ. വിൺ അധികം ആറ്. ഇവിടെയാണെങ്കിലോ നാറ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വി ഉണ്ട്, ഇവിടെ നാറ് എന്നുള്ളത് എങ്ങനെ പിരിക്കാം? ണ് അധികം ഇന്ന പറയുമ്പോൾ പിന്നെയും ഒരു ണ് അധികം ആ ആണ് ഇന്ന എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ണ് അധികം ആ എന്നുള്ളത് ണ് അധികം ആ, അതായത് 2 തവണ ണ് വന്നു, ഇരട്ടിച്ചു. അപ്പൊ ഇത് എന്ത് തരം സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. ഓക്കെ, പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? വിണ്ണാറ് പിരിച്ചെഴുതാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതണം? വിൺ അധികം ആറ് ആണ് വിണ്ണാറ് എന്ന് പറയുന്നത്. അത് ഏത് തരം സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. അപ്പോൾ ഇങ്ങനെ ഇരട്ടിപ്പ് വരുന്നതാണ് ദ്വിത്വസന്ധി എന്ന് പറഞ്ഞു അല്ലേ. ഈ ഇരട്ടിപ്പ് വരാത്ത കേസുണ്ട്, അത് നിങ്ങളൊന്ന് എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പം നമുക്ക് തന്നിരിക്കുകയാണ്
കൈകാൽ എന്ന് തന്നിട്ടുണ്ട്. ഇത് ഏതു തരം സന്ധിയാണെന്ന് ചോദിച്ചു. ഇവിടെ പ്രത്യേകിച്ച് കൈകാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ അധികം കാലാണ് കൈകാൽ. ഇവിടെ പ്രത്യേകിച്ച് ഇരട്ടിപ്പൊന്നും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ദ്വിത്വസന്ധി ആവാ? ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പം കൈകാൽ, അതുപോലെ തന്നെ രാമകൃഷ്ണന്മാർ. രാമകൃഷ്ണന്മാർ എന്ന് പറയുമ്പോൾ രാമ അധികം കൃഷ്ണന്മാരാണ് രാമകൃഷ്ണന്മാർ. അതേപോലെ അടിപിടി. അടിപിടി എന്താ? അടി അടി അധികം പിടിയാണ് അടിപിടി. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ദ്വിത്വസന്ധിയാണ്. അപ്പോൾ ഇവിടെ ഇരട്ടിപ്പ് വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേർഡ്സ്, അതായത് ഇവിടെ കൈകാൽ എന്ന് പറയുമ്പോൾ കൈക്കും കാലിനും തുല്യ പ്രാധാന്യമാണ് അല്ലേ. നമ്മൾ കൈക്ക് കുറച്ച് ഊന്നൽ കൊടുക്കുക, അല്ലെങ്കിൽ കാലിനൊരു പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈക്കും കാലിനും തുല്യ പ്രാധാന്യമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെ തുല്യ പ്രാധാന്യം വരുന്ന സമയത്ത് ഇവിടെ രാമകൃഷ്ണന്മാർ എന്ന് പറയുമ്പോൾ അവിടെ രാമനും കൃഷ്ണനും ഒരുപോലെ തുല്യമുണ്ട് അല്ലേ. അടിപിടി എന്ന് പറയുമ്പോൾ അടിക്കും പിടിക്കും അതിന് ഒരുപോലെ തുല്യം പ്രാധാന്യം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. രാപകൽ നമ്മൾ എഴുതുന്ന സമയത്ത്, നമ്മൾ സിനിമയൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രാപകൽ എന്ന് എഴുതാറുണ്ട്. അത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? രാപകൽ എന്ന് മതി. അതായത് രാത്രിക്കും പകലിനും തുല്യ പ്രാധാന്യമാണ് അല്ലേ. ഏതെങ്കിലും ഒന്ന് കൂടുതലോ കുറവോ നിൽക്കുന്നുണ്ടോ? രാവും പകലും തുല്യമാണ്. അതിന് ഈ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യമാണ്. അപ്പം അതുകൊണ്ട് അവിടെ ഒന്നിനും ഇരട്ടിപ്പ് ആവശ്യമില്ല. രാപകൽ സാധാരണ ഒരു പകൽ എഴുതിയാൽ മതി. പകൽ എന്ന് മാത്രം എഴുതിയാൽ മതി. രാത്രിക്കും പകലിനും തുല്യ പ്രാധാന്യമാണ്. അപ്പം രാപകൽ, കൈകാൽ, രാമകൃഷ്ണന്മാർ, അടിപിടി, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ദ്വിത്വസന്ധിയാണ്. ഇരട്ടിപ്പ് വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. തുല്യ പ്രാധാന്യം വരുന്ന വാക്കുകളാണെന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടിപ്പ് വരില്ല എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അടുത്തത് ഈ കാലം. ഈ കാലം അല്ലെങ്കിൽ ആ കാലം എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അക്കാലം എന്ന് പറയുമ്പോൾ ആ അധികം കാലമാണ് അക്കാലം. അപ്പോൾ ഇവിടെ കാ എന്ന് പറയുന്നത് ഇവിടെ ഇരട്ടിച്ചു, ഇക്കായായിട്ട് മാറി. അപ്പോൾ ഇത് ദ്വിത്വസന്ധിയാണെന്ന് പറഞ്ഞു. ഇവിടെ ആ കാലം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ കാലം എന്ന് പറയുന്നതും ദ്വിത്വസന്ധിയാണ്. ഇവിടെ ഇരട്ടിപ്പ് വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റൂളാണ്. ഇവിടെ നമ്മുടെ ചുട്ടെഴുത്ത് നമ്മൾ പഠിച്ചു, ആ ഇ എ അല്ലേ. അപ്പം അങ്ങനെ ആ ഇ എ എന്ന് പറയുന്ന ചുട്ടെഴുത്ത് ദീർഘ ചുട്ടെഴുത്താണെങ്കിൽ, അതായത് ആ ഇ എ എന്ന് പറയുന്ന ദീർഘമായിട്ടുള്ള ചുട്ടെഴുത്തിൻ്റെ കൂടെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ദ്വിത്വസന്ധിയാണ്. അവിടെ ഇരട്ടിപ്പൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഈ അധികം കാലമാണ് ഈ കാലം, ആ അധികം കാലമാണ് ആ കാലം, ഇതും ദ്വിത്വസന്ധിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ആ എന്ന് പറയുന്ന ദീർഘമായ ചുട്ടെഴുത്ത് വന്നതുകൊണ്ട് ഇത് ദ്വിത്വസന്ധിയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഹ്രസ്വമായ ചുട്ടെഴുത്തായപ്പോഴോ അക്കാലം, അവിടെ നമുക്ക് ആ അധികം കാലം അക്കാലമായിട്ട് വന്നു. അവിടെ ഇരട്ടിപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇക്കാലം എന്നാണെങ്കിലോ അതേപോലെ തന്നെയാണ്. ഈ അധികം കാലമാണ് ഇക്കാലം, അവിടെയും ഇരട്ടിപ്പ് വരും. പക്ഷെ അത് ഈ ആ എന്ന് പറയുന്ന ദീർഘമായ ചുട്ടെഴുത്താകുമ്പോൾ അവിടെ ഇരട്ടിപ്പ് വരില്ല. പക്ഷെ അത് ദ്വിത്വസന്ധിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് വർണ്ണം, എന്താണ് അക്ഷരം, എന്താണ് ആഗമസന്ധി, എന്താണ് ദ്വിത്വസന്ധി, എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ലോപസന്ധിയും ആദേശസന്ധിയും കൂടെ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ലോപസന്ധിയും ആദേശസന്ധിയും പഠിച്ച് ഈ ഭാഗങ്ങളിൽ നിന്നും PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നാളത്തേക്ക് ക്ലിയർ ആയിട്ട് പഠിച്ച് വച്ചേക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ട്, യൂസ്ഫുൾ ആയോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സജഷൻസ് താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.